എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഞാൻ റെഗുലറായി ചെയ്യുന്ന വീഡിയോ എനിക്കിന്ന് ചെയ്യാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കാരണം വളരെ നാളുകളായി ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ്, നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഒത്തിരി വർഷങ്ങളായി ആ ഭാഗം ഞാനൊന്ന് വിസിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായി അവിടെ എല്ലാം പോയി ആ കാഴ്ചകൾ കണ്ടു, ചുറ്റിക്കറങ്ങി. വളരെ കൗതുകകരമായ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. വളരെ വൈകാതെ തന്നെ അത് വീഡിയോ രൂപേണ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ കാണുന്ന ഏത് പാർട്ടിക്കാർ അല്ല ആരായിരുന്നാലും സാധിച്ചാൽ കുറച്ച് ഗംഗാജലം അല്ലെങ്കിൽ ചാണകമായാലും കുഴപ്പമില്ല, ഈ നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രധാനമന്ത്രി വരുന്നു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ ഇത് അവിടെ ഒന്ന് തളിച്ച് അത് ശുദ്ധീകരണം ചെയ്തിരിക്കണം. മറ്റൊന്നുമല്ല, ഒരു ഉളുപ്പും ഒരു യാതൊന്നുമില്ലാത്ത കുറച്ച് പേർ അവിടെ പോയി സന്ദർശിച്ച് ആ പാദസ്പർശനം അവിടെ ഏറ്റിരിക്കുകയാണ്. ആ പാദസ്പർശനം ആ പ്രോജക്റ്റിന് എന്തായാലും ദോഷം ചെയ്യും. അവിടെ വന്ന് മറ്റൊന്നുമില്ല, അതിൽ മാസപ്പടി എന്ത് വാങ്ങാം, എന്ത് ബെനിഫിറ്റ് ഉണ്ട്, ഇതിനേക്കുള്ള കംപ്ലീറ്റ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് അവിടെ എത്തി അതെല്ലാം നോക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കാണാം, 2-ാം തീയതി കാണാൻ പോണ വാഴ്ത്തപ്പാട്ടുകൾ. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, അവർ വാഴ്ത്തിക്കോട്ടെ. പക്ഷെ ആരും മനസ്സ് വേദനിച്ച് ആരും പൂരപ്പാട്ടുകളൊന്നും പാടരുത്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അത് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല. കാരണം ഈ പൂരപ്പാട്ട് പാടിയവർ വേറെ ഉണ്ട്. ആരാന്നറിയോ? അന്ന് ഉമ്മൻചാണ്ടി ഈ പ്രോജക്റ്റിന് വേണ്ടി കഷ്ടപ്പെടുന്നതിൻ്റെ അത്ര കണ്ട് പരിശ്രമിച്ചതിൻ്റെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ഘാടനമൊക്കെ ചെയ്യുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്ത, അതിന് മോശമായ രീതിയിൽ ചിത്രീകരിച്ച് കമ്മീഷനെന്നും അതൊക്കെ പറഞ്ഞ് ഒക്കെ കോലാഹലം കാണിച്ച ആ പാർട്ടിയാണ് ഇന്ന് ഉദ്ഘാടന മാമാങ്കത്തിന് ഞാൻ എന്തൊക്കെയോ ഇവിടെ കാട്ടിക്കൂട്ടിയെന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. ഈ ഉദ്ഘാടനത്തിലെടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവരാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം വന്ന പ്രോജക്റ്റിൽ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൽ ഒൺലി 25% മാത്രമാണ് ഘട്ടമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ ഉള്ളൂ ഇവരുടെ കോൺട്രിബ്യൂഷൻ. കഷ്ടപ്പെട്ട ആൾക്കാരെക്കുറിച്ച് അവരെക്കുറിച്ച് ഇവരൊന്നും ഇപ്പോഴും ചിന്തിക്കുന്നില്ല. അതെല്ലാം പറഞ്ഞു. കാരണം ഇവരുടെ കോൺസെപ്റ്റും ഇവരുടെ നേട്ടങ്ങളും കണ്ണുകളും വേറെ നേരായ കാഴ്ച കാണുന്നതൊക്കെ വളഞ്ഞ് ഈ കണ്ണ് നേരെ ബാക്കിൽ കൂടി കാണുന്നവരാണ്. മുന്നിൽ കൂടി കാണുന്ന അതിൻ്റെ അങ്ങനെയുള്ളവരല്ല. കാരണം ഇവരേത് പ്രോജക്റ്റ് കൊണ്ടാലും ഏത് പ്രോജക്റ്റ് മുൻകാലങ്ങൾ കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക. ഞാൻ കുറ്റം പറയും. എനിക്ക് ഏറ്റവും ദുഃഖമുള്ളത് ഈ അച്യുതാനന്ദൻ. അദ്ദേഹം എന്താ കാണിക്കൂട്ടത്? ആ മുനീർ എന്ന് പറഞ്ഞ മന്ത്രി മരാമത്ത് മന്ത്രി ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു, അദ്ദേഹം കൊണ്ട് നല്ലൊരു പ്രോജക്റ്റ് ഉണ്ട്, 6 വരിപ്പാത കാസർഗോഡ് ടു ട്രിവാൻഡ്രം. അന്ന് കാണിച്ച പുകിലെന്താണ്? അന്ന് ഈ ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞ് കേരളത്തെ വെട്ടിമുറിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പക്ഷേ മിമിക്രി കാണാൻ കാര്യം അങ്ങനെ സുഖല കിടക്കുകയാണ്. പക്ഷെ അദ്ദേഹം കാട്ടിക്കൂടുതൽ മിമിക്രി വർത്തമാനം എവിടെ പോയി? അദ്ദേഹം നല്ല നേതാവാണ് ഒക്കെ ആണെങ്കിൽ, പക്ഷേ ചില അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക മൈൻഡ്സും അദ്ദേഹത്തിൻ്റെ ഭാവനയും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ഒക്കെ ഈ മിമിക്രീസ് മോഡലായിപ്പോയി. പോട്ടെ, എനിവേ അങ്ങനെ ഒരുപാട് മോശമല്ല. ഈസ് ബെറ്റർ, 100% ബെറ്റർ ദാൻ ദ പ്രസൻറ്റ് ആൾക്കാരെക്കാളും നല്ലതാണ്. അത് സമ്മതിച്ചോണം. അങ്ങനെ അദ്ദേഹം ഈ കൈക്കൂലിക്ക് അങ്ങനെ വാങ്ങുന്ന ആളാണ്. നേരെ പോകാനാണ്. പക്ഷേ ഒരുപാട് ധാർഷ്ട്യമൊക്കെ ഉള്ള ആളാണ്. എനിവേ വി ആർ നോട്ട് ഗോയിങ് ടു ദാറ്റ് സബ്ജക്റ്റ്. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കാണുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പക്ഷേ ഗംഗാജലം ബുദ്ധിമുട്ടായിരിക്കും. ഇനി പോയി ഒന്നാമത് ഇവിടെയൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി ഈ ഗംഗാജലവും ചാണകവുമായിട്ട് അങ്ങടേക്ക് കടക്കാൻ പറ്റില്ല. അതൊരു കാര്യമാണ്. കാര്യം എല്ലാം സെക്യൂരിറ്റി വളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ
ഇതിലുള്ള പ്രസൻറ്റ് നാം ഫേസ് ചെയ്യുന്ന ചില കാരണങ്ങൾ അത് കണക്ട് വെച്ച് നോക്കുമ്പോൾ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സുരക്ഷിതം കൂടുതൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒത്തിരി സെക്യൂരിറ്റി ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഗംഗാജലവുമായിട്ടൊക്കെ ചെന്നാൽ അവർ ചലേക കോനെ തുമ്മ ഓ തുമ്മ ബാഗ് ജാ എന്നൊക്കെ കയറി അങ്ങ് പറഞ്ഞേക്കും. പാവം ഇവർക്ക് ഹിന്ദി അറിയില്ല. നിങ്ങൾ ആരാണ്, എന്താണ്, നിന്നെ ഇപ്പോൾ അകത്താക്കുമെന്ന് തുമ്പ് അഭി അന്തർ ലഗാക്കുന്ന പോലെ പാവം. അതുകൊണ്ട് റിസ്ക്കാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ വീഡിയോ കേൾക്കുന്നവർ ദയവ് ചെയ്ത് ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക, ദൈവമേ ഞങ്ങൾക്ക് ഗംഗാജലം ലഭിക്കാനുള്ള സാഹചര്യമില്ല. 2, ഇനി ലഭിച്ചാലും അല്ലെങ്കിൽ ചാണകം വെള്ളം ലഭിച്ചാലും ഞങ്ങൾക്കവിടെ തളിക്കാൻ സാധിക്കില്ല. കാരണം അവിടുത്തെ സെക്യൂരിറ്റിയാണ് കാര്യം ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവர்கள் വന്ന് കോടാനുകൂടി ഈ ചെലവഴിച്ചിട്ടുള്ള ഈ പ്രോജക്റ്റ് ഈ രാജ്യത്തിനും ഈ നാട്ടുകാർക്കും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവർക്കും ഗുണകരമായി തന്നെ ഇരിക്കണം. അതിനു വേണ്ടി ഇപ്പോഴും ഞങ്ങൾ ശുദ്ധീകരണം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് പ്രായോഗികമായി ചെയ്യാൻ സാധിച്ചാൽ ഞങ്ങളുടെ ആഗ്രഹം അതാണ്. നിങ്ങളങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ശുദ്ധീകരണമായി അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ആകെ അണ്ടർ ആകും. ഇത് ഈ വീഡിയോ കാണുന്ന ഏത് വ്യക്തി ആയിരുന്നാലും പ്ലീസ് ഇത് മനസ്സിലെങ്കിലും ധ്യാനിച്ച് ഒരു ശുദ്ധീകരണം ചെയ്യണം. ഒപ്പം ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ എല്ലാ ബന്ധുജനങ്ങളിലും സുഹൃത്തുക്കളിലും എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അവരും അതങ്ങോട്ട് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസമുണ്ടാകും. കാരണം ഈ പ്രകൃതി ദുരന്തങ്ങൾ കാത്തിരിക്കുന്നവരാണ് നമ്മുടെ ഇവിടെ ഉള്ള അറിയപ്പെടുന്ന ചില പൊളിറ്റീഷ്യൻസ്. അവർക്ക് എന്തെങ്കിലും പ്രകൃതി ദുരന്തം വന്നാൽ അവർക്ക് ഇപ്പോൾ പ്രകൃതി ദുരന്തം വലുതായിട്ടില്ല, അതെന്തെങ്കിലും ദുരന്തം അവർ ഒപ്പിച്ച് വയ്ക്കും. അത് പോട്ടെ, ആ സബ്ജക്റ്റിലോട്ട് കടക്കുന്നില്ല. പിന്നെ ഞാൻ ഇന്നലെയോ ഇന്നോ ഒരു ചാനൽ ഞാൻ ഓർക്കുന്നില്ല, ആ ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ എംപിമാരെല്ലാം ബുദ്ധുക്കളാണ്, അവരൊന്നും ചെയ്യുന്നില്ല. അവിടെ പോയി ചുമ്മാ പാർലമെൻറ്റിൽ അവിടെ കുതിരുന്ന് ഇങ്ങോട്ട് പോരുകയാണ്. അവരൊന്നും പ്രവർത്തിച്ചില്ല. ആ മണ്ടൂസുകളോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ ഏറ്റവും കൂടുതൽ വലിയൊരു ഇടപെടലാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് ഇവിടെ നിന്ന് ഇത്രയും ഈ ഷോർട്ട് ടൈം കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ 6 മണിക്ക് എവിടെയും കയറി എന്തെങ്കിലും മൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നെല്ലാം കളകള എന്തെങ്കിലും സംസാരിച്ച് വെറുതെ മനുഷ്യനെ മിസ്ഗൈഡ് ചെയ്യരുത്. എംപിമാർ അവർക്ക് കഴിയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് അവരുടെ അവരുടെ സംഭാവനകൾ ചെറുതൊന്നുമല്ല. ഇതെന്താണ് ഇവരിങ്ങനെ സംസാരിച്ചത് എനിക്കറിയില്ല. വളരെ മോശമായിപ്പോയി. ദൈവീയ ഇങ്ങനെയുള്ള ഈ വിടിവായുത്തരങ്ങൾ ഈ ചാനലിൽ വന്നിരുന്ന് വിളമ്പരുത്. അദ്ദേഹം ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും ഓർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് 2-ാം തീയതി വരുന്ന പത്രത്തിൽ നമ്മുടെ വാഴ്ചപ്പാട്ടുകളുടെ പൂരമായിരിക്കും. ഒക്കെ കാണണം, കേൾക്കണം, നമ്മൾ സന്തോഷിക്കണം. ബട്ട് ദയവ് ചെയ്ത് ഒരു വ്യക്തികളും ഈ വാഴ്ചപ്പാട്ടുകൾ കേട്ട് പൂരപ്പാട്ട് തുടങ്ങരുത്, അത് ശരിയല്ല. ഇനി നമുക്ക് പ്രധാനമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ഭരണത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജുമായിട്ടൊക്കെ കിടക്കുകയാണ്. പാവം ആ ശ്രീമതി ടീച്ചറെ ഇത്ര ബുദ്ധിമുട്ടിക്കേണ്ട, അവരെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസപ്പെടും. ഒന്നുമില്ലെങ്കിൽ ശ്രീമതി ടീച്ചറും പഴയ മന്ത്രി ബാലൻ അവറുകളൊക്കെ പണ്ട് അവരേതോ ഒരു കമ്മിറ്റി രൂപീകരിച്ചല്ലോ. ഈ സ്ത്രീ പീഡനത്തിൻ്റെ തോത്, ആ സ്ത്രീ പീഡനം നടത്തിയവർക്ക് അവർ വലിയ അതിലൊരു എഫക്റ്റീവ് അല്ലായിരുന്നു. 25% ഉള്ളൂ, 75% ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാമായിരുന്നു പറഞ്ഞു. അപ്പം 15%, 20% അതിന് തീവ്രത കുറവായിരുന്നു. അതുകൊണ്ട് പീഡനമായി കാണാൻ പറ്റില്ല എന്ന് ഈ ശ്രീമതി ടീച്ചർ ഉണ്ടായിരുന്ന പാനൽ കൽപ്പിച്ച വിധിയാണ്. അങ്ങനെ ആ പഴയ മന്ത്രി ബാലൻ അവറുകളും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ശ്രീമതി ടീച്ചറോട് ഒന്ന് പറയണേ, അന്ന്
നിങ്ങളുടെ ഒരു സഹാധ്യയാണ് ഒരു ബിരുദൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ശാരീരികമായി. നിങ്ങൾ ശ്രീമതി ടീച്ചർ സ്ത്രീയായിരുന്നു. നിങ്ങൾ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സ്ത്രീക്ക് വേണ്ടി നിങ്ങളൊരു ജസ്റ്റിസ് ചെയ്തില്ല. പണ്ടൊരു കഥ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. അതാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾക്കതാ കിട്ടിയത്. ഇനി ഇതുപോലെ പലതും കിട്ടും. പിന്നെ എന്തായിരുന്നാലും നമുക്ക് ഒന്ന് ആഗ്രഹിക്കാം, എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണം. ഇവിടെ എല്ലാം വന്ന് അടിപൊളിയായിട്ട് ഇപ്പോൾ സക്സസ്. കെ ഫോൺ, കെ റെയിൽ, വേറെന്തൊക്കെയുണ്ട് കെ പേരുപയോഗിച്ച്. ഇനിയിപ്പോൾ പറ്റുകയാണെങ്കിൽ ആ കെ റെയിലിൻ്റെ ഒരു സാങ്ഷൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ആ കെ റെയിലിൽ നമുക്ക് വിഭവസമൃദ്ധമായ ഒരു ബാറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ചെയ്താൽ ശരി. പിന്നെ ഗഡ്കരി മന്ത്രിയുടെ നേട്ടത്തിലാണ് ഇപ്പോഴത്തെ ഈ ഹൈവേ. അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇപ്പോൾ നമ്മുടെ മരാമത്ത് മന്ത്രി ഓടി ഇറങ്ങിയതുകൊണ്ടോ ഭയങ്കര ഫ്ലക്സിൻ്റെ ഡിസൈനൊക്കെ ഇപ്പോഴേ തയ്യാറായിരിക്കുന്നതാണ് പറയുന്നത്. ഉദ്ഘാടനത്തിന് 2 വർഷം കൊണ്ട് ഉദ്ഘാടനം. പക്ഷേ ഉദ്ഘാടനം ഇവിടെ 15 മാസം കൂടി ഇവർക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭരണം കിട്ടുകയാണെങ്കിൽ ഓക്കെ, അവരുടെ കാര്യം. അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ആ ഭരണം കിട്ടിയില്ലെങ്കിൽ ആ ഉദ്ഘാടനത്തിന് എങ്ങനെ വയ്ക്കാമെന്നുള്ളതിനെക്കുറിച്ചും അവർ ആലോചിക്കുകയായിരിക്കും. കാര്യം ഇവർ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിൽ നിർത്തുക എന്നുള്ളത് ചിന്തിക്കുന്നത്. അതിനൊരു പ്രത്യേക ഒരു ടീം തന്നെ അവർക്കുണ്ട്. അതിന് നമ്മുടെ തൊഴിൽ മന്ത്രിക്ക് അതിന് പ്രത്യേക ടീമുണ്ട്. തൊഴിൽ മന്ത്രി എല്ലാവർക്കും ഉണ്ട് അവരുടെ ഗ്യാങ്. അവർക്ക് ഇപ്പോഴേ സമരവുമില്ല, ഒന്നുമില്ല. അവരൊരു ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. അവർക്കൊരു ഉശിർപ്പ് വേണം. അപ്പോൾ എല്ലാം കൂടെ അടുത്ത മന്ത്രിസഭയിൽ അവരങ്ങോട്ട് തുടങ്ങി വയ്ക്കും. കാണാം. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. സോ നമുക്ക് തൽക്കാലം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കാകെ ഈ വീഡിയോ ചെയ്യേണ്ട പ്രധാന ലക്ഷ്യം ഇത് മാത്രമായിരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ ഗംഗാജലം കൊണ്ടോ ഓടികൾ ഈ നമ്മുടെ ചാണകം കൊണ്ടോ അവിടെ ശുദ്ധീകരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും മനസ്സിൽ ഒന്ന് ധ്യാനിക്കുക. തീർച്ചയായിട്ടും ധ്യാനിച്ച് നിങ്ങൾ ചെയ്താൽ ഈശ്വരൻ കേട്ടിരിക്കും. നമ്മൾ ശുദ്ധീകരണം ചെയ്തതുപോലെയാകും. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം അങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ പോയി വിസിറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം, മറക്കരുത്. കാണാം അടുത്ത ഒരു വീഡിയോയിലൂടെ. എല്ലാം ദൈവ അനുഗ്രഹങ്ങളും നമുക്ക് നമ്മുടെ ഈ പ്രോജക്റ്റിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.